ഗോളീയ ദർപ്പണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചാണ്. ഏതൊരു എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഗോളീയ ദർപ്പണങ്ങളുടെ ഉപയോഗം. ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന കണ്ണാടി വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞത് ആണ്. എല്ലാവർക്കും കീ ലേണിംഗിലേക്ക് സ്വാഗതം. എന്റെ പേര് സിബിൻ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഗോളീയ ദർപ്പണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചാണ്. ഏതൊരു എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഗോളീയ ദർപ്പണങ്ങളുടെ ഉപയോഗം. ഗോളീയ ദർപ്പണം അല്ലെങ്കിൽ സ്പെറിക്കൽ മിറർ, ഉരുണ്ടിരിക്കുന്ന കണ്ണാടികളെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? ഗോളീയ ദർപ്പണം എന്ന് പറയുന്നത്. ഉരുണ്ടിരിക്കുന്ന കണ്ണാടികൾ വിളിക്കുന്ന പേരാണ് ഗോളീയ ദർപ്പണം. രണ്ട് തരം ഉരുണ്ടിരിക്കുന്ന കണ്ണാടികൾ അല്ലെങ്കിൽ ഗോളീയ ദർപ്പണങ്ങളുണ്ട്. ഒന്നുകിൽ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഗോളീയ ദർപ്പണം, ഇവിടെ നിന്ന് മുഖം നോക്കുന്ന രീതിയിൽ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഗോളീയ ദർപ്പണങ്ങളും, അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന, അകത്ത് കൊണ്ടുപോയിട്ട് പെയിന്റ് അടിച്ച് ഇവിടെ നിന്ന് മുഖം നോക്കുന്ന പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഗോളീയ ദർപ്പണം. രണ്ട് പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ഉള്ളിലേക്ക് കുഴിഞ്ഞ ഗോളീയ ദർപ്പണത്തെ വിളിക്കുന്ന പേര് കോൺകേവ് ദർപ്പണം എന്നും, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങൾ വിളിക്കുന്ന പേര് കോൺവെക്സ് ദർപ്പണങ്ങൾ എന്നുമാണ്. ആണെങ്കിൽ ഉള്ളിൽ കുഴിഞ്ഞ ഗോളീയ ദർപ്പണം കണ്ടിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഗോളീയ ദർപ്പണം ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിച്ചു പോകുന്ന വഴിക്ക് 90 ഡിഗ്രി റോഡ് സൈഡിലെ വളവിലും റോഡ് സൈഡിലേക്ക് ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. ആ കാണുന്ന കണ്ണാടികൾ ഏതായിരുന്നു? പരന്ന കണ്ണാടികളായിരുന്നില്ല. അത്തരം കണ്ണാടികളാണ് ഇത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഗോളീയ ദർപ്പണമായ കോൺവെക്സ് ദർപ്പണം. കോൺകേവ് എവിടെ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഡോക്ടർമാരുടെ തലയിൽ വെക്കുന്ന ഹെഡ് മിറർ, അല്ലെങ്കിൽ ദന്തിച്ചൊക്കെ വായിൽ വെക്കുന്ന സ്പൂണ് പോലത്തെ ഒരു മിറർ ഏതാണത്? കോൺകേവ. റോഡ് സൈഡിലൊക്കെ വെക്കുന്ന കണ്ണാടി ഏതാണ്? കോൺവെക്സ്. ആണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ പറയുന്ന കോൺകേവിന്റെയും ഈ പറയുന്ന കോൺവെക്സിന്റെയും ഉപയോഗം, ആപ്ലിക്കേഷൻ എന്താണെന്ന്. ആപ്ലിക്കേഷൻ മാത്രമായിട്ട് മിക്ക എക്സാമിനുകളും കണ്ടുവരുവാണെങ്കിൽ ആ ഒരു സെക്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. കോൺകേവിന്റെയും കോൺവെക്സിന്റെയും ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു. ആദ്യം പോകുന്നത് കോൺകേവ് ദർപ്പണം. ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന കണ്ണാടി വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞത്. ആണെങ്കിൽ വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് ഇത് കോൺകേവ് ദർപ്പണം. ഉള്ളിലേക്ക് കുഴിഞ്ഞ കണ്ണാടിയുടെ വളരെ തൊട്ടടുത്താണ് ഞാൻ പോയി നിൽക്കുന്നതെങ്കിൽ, ഉള്ളിലേക്ക് കുഴിഞ്ഞ കണ്ണാടിയുടെ വളരെ തൊട്ടടുത്താണ് ഞാൻ പോയി നിൽക്കുന്നതെങ്കിൽ അതിന്റെ ഉള്ളിൽ എനിക്ക് എന്നെ കാണാൻ പറ്റും. എന്നേക്കാൾ വലിയ എന്നെ എനിക്ക് നിവർന്ന് അങ്ങോട്ട് കാണാൻ പറ്റും. സാധാ ഒരു കണ്ണാടിയുടെ മുമ്പിലാണ് ഞാൻ പോയി നിൽക്കുന്നതെങ്കിൽ അതിന്റെ ഉള്ളിൽ എനിക്ക് എന്നെ കാണാൻ പറ്റും. എന്റെ അതേ വലുപ്പത്തിൽ നിവർന്ന് നിൽക്കുന്നതായിരിക്കും. എന്നാൽ ഉള്ളിലേക്ക് കുഴിഞ്ഞ കണ്ണാടിയുടെ തൊട്ടടുത്താണ് ഞാൻ പോയി നിൽക്കുന്നതെങ്കിൽ അതിന്റെ ഉള്ളിൽ എനിക്ക് എന്നെ കാണാൻ പറ്റും. എങ്ങനെ? എന്നേക്കാൾ വലിയ എന്നെ നിവർന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ വസ്തുക്കളെ വലുതായി കാണിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണെന്ന് വെച്ചാൽ എന്ത് പറയും? നമ്മൾ കോൺകേവ് ദർപ്പണമാണെന്ന് പറയും. എവിടെയെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷേവിംഗ് മിററായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്ലെയിൻ മിറർ അല്ല. ഏതാണ്? ഉള്ളിലേക്ക് കുഴിഞ്ഞ കോൺകേവ് ദർപ്പണമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം നമുക്ക് അതിൽ കാണാൻ പറ്റും. എങ്ങനെ? നമ്മുടെ മുഖത്തേക്കാൾ വലിയ മുഖമായിട്ട്. അതുകൊണ്ട് തന്നെ ഷേവ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും? വലിയ മുഖം നോക്കി ഷേവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റും ലേഡീസും മേക്കപ്പ് മിററായിട്ട് ഉപയോഗിക്കേണ്ട ദർപ്പണം ഏതാണ്? ഈ പറയുന്ന കോൺകേവ് ദർപ്പണമാണ്. ചെറിയ മുഖമലത്ത് വലുതായിട്ട് കാണാൻ പറ്റും. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മേക്കപ്പ് ആൻഡ് പുട്ടി എന്നൊക്കെ പറഞ്ഞ് എവിടെ നടക്കും? ആ കോൺകേവ് ദർപ്പണം നോക്കിയാൽ കറക്റ്റായിട്ട് നടക്കും. ഡോക്ടർമാരുടെ തലയിൽ ഉപയോഗിക്കുന്ന ഹെഡ് മിറർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കോൺകേവ് ആണെങ്കിൽ ആ ഒരു വായുടെ ഉള്ളിലേക്ക് നോക്കാറില്ല ഡയറക്റ്റ് ആയിട്ട്. കണ്ണാടി ഉള്ളിലേക്ക് നോക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കുഴിഞ്ഞ കണ്ണാടിയിൽ അതേ ഭാഗം തന്നെ എന്തായും? വലുതായിട്ട് കാണും. ചെറിയ ഓട്ടയും അത് വലുതായിട്ട് കാണുമെങ്കിൽ ഏതൊരു വസ്തുവിനെയും വലുതായി കാണിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് ഏത് പറയുന്നത്? കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത്. ആണെങ്കിൽ അടുത്ത ആപ്ലിക്കേഷൻ ടോർച്ച് ലൈറ്റ്, സെർച്ച് ലൈറ്റ്, ലൈറ്റ് ഹൗസ് എന്നിവയിലെല്ലാം, ലൈറ്റ് ഹൗസിലും അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റിലും സെർച്ച് ലൈറ്റിലും എന്തുപയോഗിക്കുന്നു? ഒരു ഗോളീയ ദർപ്പണം ഉപയോഗിക്കുന്നുണ്ട്. ഏതാത്? കോൺകേവ് ദർപ്പണം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസും ടോർച്ച് ലൈറ്റും സെർച്ച് ലൈറ്റിനൊക്കെ വരുന്ന പ്രകാശം നമ്മൾ കാണാറുണ്ട്. ഒരു കുഴല് പോലെ മുമ്പോട്ട് പോകുന്ന പ്രകാശമാണ് ഇവിടെ നിന്നെല്ലാം വരുന്നതെങ്കിൽ എങ്ങനെയാണ് ഇത് കുഴല് പോലെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളിലേക്ക് കുഴിഞ്ഞ കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞ പോയിന്റിൽ കൊണ്ടുപോയിട്ടാണ് പ്രകാശ സോഴ്സ് വെക്കുന്നതെങ്കിൽ ഫോക്കസിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ദർപ്പണത്തിലേക്ക് പ്രകാശം പോകും. ഏത് ആംഗിളിൽ വന്ന് പ്രകാശം തട്ടിയാലും കുഴപ്പമില്ല. ഫോക്കസിൽ നിന്ന് വരുന്ന പ്രകാശം മൊത്തം ദർപ്പണം തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈന് സമാന്തരമായിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പ്രകാശം പോകുള്ളൂ.
ആ ഒരു ലൈന് സമാന്തരമായിട്ട് മാത്രം. അപ്പൊ ലൈറ്റ് ഹൗസിന്റെ, ടോർച്ച് ലൈറ്റിന്റെ, സെർച്ച് ലൈറ്റിന്റെ ഒക്കെ ഫോക്കസ് എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ പ്രകാശ സ്രോതസ് വെച്ചാൽ ഏത് ആംഗിൾ ഈ പ്രകാശം തട്ടിയ ശേഷം എന്ത് ചെയ്യും? പ്രകാശം സമാന്തരമായിട്ട് നേരെ പോകും. ഏത് ആംഗിളിൽ പോകുന്ന പ്രകാശം സമാന്തരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏത് സഹായിക്കും? ഈ പറയുന്ന കോൺകേവ് ദർപ്പണം സഹായിക്കും. വസ്തുക്കളെ വലുതായി കാണിക്കാൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ടോർച്ച് ലൈറ്റ്, സെർച്ച് ലൈറ്റ്, ലൈറ്റ് ഹൗസ് ഉപയോഗിക്കാം. അടുത്തത് സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം എന്ന് വെച്ചാൽ അതും കോൺകേവ് ദർപ്പണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉള്ളിലേക്ക് കുഴിഞ്ഞ കണ്ണാടികളാണ് കോൺകേവ് ദർപ്പണമെങ്കിൽ ഈ പറഞ്ഞ കോൺകേവ് ദർപ്പണം നേരെ സോളാർ കുക്കറിൽ വരുന്ന മേജർ കമ്പൗണ്ട് കോൺകേവ് ദർപ്പണം അത് സൂര്യനിൽ നേരെ വെക്കുവാണെങ്കിൽ, സോളാർ കുക്കർ സൂര്യൻ നേരെ വെക്കുവാണെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന സമാന്തരമായിട്ട് വരുന്ന എല്ലാ സൂര്യപ്രകാശ രശ്മികളെയും കോൺകേവ് ദർപ്പണം തട്ടിയതിന് ശേഷം അതെന്ത് ചെയ്യും? ഒരു കോമൺ പോയിന്റിലേക്ക് കൂട്ടി അങ്ങോട്ട് ചേർക്കും. ഒരു കോമൺ പോയിന്റിലേക്ക് കൂടി ചേർക്കും. ആ പോയിന്റിൽ കൊണ്ടുപോയിട്ട് ഒരു പാത്രം വെച്ച് വെള്ളം ഒഴിച്ചാൽ വെള്ളം എന്ത് ചെയ്യാൻ തുടങ്ങും? അവിടെ കിടന്ന് ചൂടാവാൻ തുടങ്ങും. അതിൽ വെച്ച പച്ചക്കറികൾ എന്ത് ചെയ്യും? പുഴുങ്ങി കിട്ടുകയും ചെയ്യുമെങ്കിൽ, വേവിച്ച് കിട്ടുകയും ചെയ്യുമെങ്കിൽ സോളാർ കുക്കറിൽ എന്ത് ഉപയോഗിക്കുന്നു? ഒരു ദർപ്പണം ഉപയോഗിക്കുന്നു. ഏതാണ്? ഉള്ളിലേക്ക് കുഴിഞ്ഞ കോൺകേവ് ദർപ്പണം. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നതും കോൺകേവ് ദർപ്പണമാണെങ്കിൽ, അടുത്തത് ഫിലിം പ്രൊജക്ടറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം എന്ന് വെച്ചാൽ അതും കോൺകേവ് ദർപ്പണം. ഫിലിം പ്രൊജക്ടറിൽ ഉപയോഗിക്കുന്ന ദർപ്പണവും കോൺകേവ് ദർപ്പണം. വലിയ നിവർന്ന പ്രതിബിംബം കാണാനായിട്ട് ഏത് ദർപ്പണം നമ്മൾ ഉപയോഗിക്കണം? കോൺകേവ് ദർപ്പണം ഉപയോഗിക്കണം. ഫിലിം പ്രൊജക്ടർ വലിയ നിവർന്ന പ്രതിബിംബം കിട്ടുന്നു. ഏത് ദർപ്പണം ഉപയോഗിക്കേണ്ടത്? കോൺകേവ് ദർപ്പണം. 4 ആപ്ലിക്കേഷൻ വന്നെങ്കിൽ 5-ാമത്തത് തീ ഉണ്ടാക്കാനും പണ്ട് കാലങ്ങളിൽ കപ്പലുകൾ കത്തിക്കാനും ഉപയോഗിച്ച ദർപ്പണമാണ് ഇത് കോൺകേവ് ദർപ്പണം. ആർക്കിമിഡീസ് എന്ന പുള്ളിക്കാരൻ ഉപയോഗിച്ച പ്രിൻസിപ്പിളാ വലിയ മലയുടെ മുകളിൽ നിന്ന് ഈ കോൺകേവ് ദർപ്പണത്തിൽ നിന്ന് പ്രകാശത്തെ കപ്പലുകളിലേക്ക് പതിപ്പിക്കും. സൂര്യൻ ഉണ്ടാകും. സൂര്യൻ എന്ന പ്രകാശം മൊത്തം എന്ത് ചെയ്യും? ദർപ്പണ തട്ടി എന്ത് ചെയ്യും? കപ്പലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. പണ്ടത്തെ കപ്പലുകൾ എന്ന് പറയുന്നത് മരക്കപ്പലുകളാണെങ്കിൽ എല്ലാ പ്രകാശവും ഒരു പോയിന്റിലേക്ക് കൂടിച്ചിലും സൂര്യപ്രകാശം മൊത്തമായിട്ട് ഒരു പോയിന്റിലേക്ക് കൂടിച്ചതാൽ എന്ത് ചെയ്യും? അവിടെ ചൂടുണ്ടാവുകയും അതെന്ത് ചെയ്യും? കത്ത് പിടിക്കാൻ ചാൻസ് കൂടുതല. തീ ഉണ്ടാക്കാനായിട്ടും കപ്പലുകൾ കത്തിക്കാനും ഉപയോഗിച്ച ദർപ്പണം ഏതാണ്? അത് കോൺകേവ് ദർപ്പണമാണെങ്കിൽ. ഇത്രയുമാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്കറിയാവുന്ന ആപ്ലിക്കേഷൻ. നമുക്ക് പഠിക്കേണ്ട ആപ്ലിക്കേഷൻ. ഇതിനേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷൻ ചോദിച്ചു കാണാറില്ല. ഏത് വേണമെങ്കിലും ചോദിക്കാം. തീ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ചോദിക്കാം. ഏത് വേണം? കോൺകേവ് ദർപ്പണമാണ്. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ചോദിക്കാം. കോൺകേവ് ദർപ്പണമാണ്. ഫിലിം പ്രൊജക്ടറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ചോദിക്കാം. അതും കോൺകേവ് ദർപ്പണമാണെങ്കിൽ കോൺകേവ് ദർപ്പണത്തെ കുറിച്ച് പറയാനുള്ള മൊത്തം കഥയും കഴിഞ്ഞു. നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് കോൺവെക്സ് ദർപ്പണത്തെ കുറിച്ച് പറയാൻ പോകുന്നു. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണമെങ്കിൽ കുറെ പർപ്പസ് ഒന്നുമില്ല. മേജറായിട്ട് പറയേണ്ട 3 പർപ്പസ്. ഫസ്റ്റ് വൺ, വസ്തുക്കളെ ചെറുതായി കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് ഇത് പറയുന്നത് കോൺവെക്സ് ദർപ്പണം. മുമ്പിലുള്ള ഏതൊരു വലിയ വസ്തുവിനെയും ദർപ്പണത്തിലുള്ളത് എന്തായിട്ട് കാണപ്പെടും? അത് ചെറുതായിട്ട് കാണപ്പെടും. ഓൾറെഡി അറിയാം, നമ്മുടെ വാഹനങ്ങളിലെ റിയർ വ്യൂ മിറർ ബാക്ക് സൈഡിൽ നിന്ന് ആന പോലത്തെ ലോറിയെയും ചെറുതായി കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം എന്ന് വെച്ചത് കോൺവെക്സ് ദർപ്പണമാണ്. ബാക്ക് സൈഡിൽ നിന്ന് ആന പോലത്തെ വണ്ടിയും കളിപ്പാട്ടത്തിന്റെ വലുപ്പത്തിൽ ചെറുതായി കാണുന്ന ദർപ്പണം എന്ന് വെച്ചത് കോൺവെക്സ് ദർപ്പണം. അടുത്തത് കൊടും വളവുകളിൽ എതിർ ദിശയിൽ നിന്ന് വാഹനങ്ങളെ കാണാൻ. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പ്രാക്ടിക്കൽ ലൈഫ് എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന വഴിക്ക് റോഡിന്റെ വളവുകളിലെല്ലാം ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണാടി വെച്ചിട്ട് നിങ്ങൾ പോകുന്ന വഴി കാണാൻ പറ്റും. ഏത് ദർപ്പണമായിരുന്നു? അത് പുറത്തേക്ക് തള്ളി വെക്കുന്ന കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ. അടുത്തത് സ്ട്രീറ്റ് ലൈറ്റിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. നമ്മുടെ പറഞ്ഞ നേരത്തെ കാര്യം എന്തായിരുന്നു? ലൈറ്റ് ഹൗസ്, ടോർച്ച് ലൈറ്റ്, സെർച്ച് ലൈറ്റ് എന്നിവയിലെല്ലാം ഉപയോഗിക്കുന്ന ദർപ്പണം ഏതായിരുന്നു? ലൈറ്റ് ഹൗസ്, ടോർച്ച് ലൈറ്റ്, സെർച്ച് ലൈറ്റിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് ആണെങ്കിൽ തെരുവ് വിളക്ക് അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാ പറഞ്ഞത്? കോൺവെക്സ് ദർപ്പണമാണ്. തെരുവ് വിളക്കിൽ നിന്ന് വരുന്ന പ്രകാശം, തെരുവ് വിളക്കിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ്? ഒരു കുഴൽ പോലെ നേരെ വരുന്നില്ല, അതൊരു മാക്സിമം ഏരിയ കവർ ചെയ്തിട്ടാണ് കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റിൽ നിന്ന് പ്രകാശം. എങ്ങനെയാണ് അത് മാക്സിമം ഏരിയ കവർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തെരുവ് വിളക്കിന്റെ ഉള്ളിൽ പുറത്തേക്ക് തരുന്നത് കോൺവെക്സ് ദർപ്പണം വെച്ചിട്ടുണ്ടാവും. മുമ്പിലായിട്ട് പ്രകാശ സോഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ആംഗിളിലാണോ പ്രകാശം പോകുന്നത് തട്ടിയ സമാന്തരമായിട്ട് പോകത്തില്ല, പകരം എന്ത് ചെയ്യും? തുല്യമാക്കി, പതനകോണിന് തുല്യമാക്കി എന്ത് ചെയ്യും? പ്രകാശത്തെ അത് പ്രതിഫലിക്കും. ഏത് ആംഗിളിലാണോ പോകുന്നത് അതേ ആംഗിൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അത് തിരിച്ച് പ്രകാശം വിടുവാണെങ്കിൽ മാക്സിമം ഏരിയ കവർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് സാധിക്കും? കോൺവെക്സ് ഉപയോഗിച്ച് പ്രകാശത്തെ വിട്ടാൽ മതിയാവും. ഇത്രയുമാണ് ഗോളീയ ദർപ്പണയുടെ ആപ്ലിക്കേഷൻ. കോൺകേവ് ദർപ്പണമായി, കോൺവെക്സ് ദർപ്പണമായെങ്കിൽ ഗോളീയ ദർപ്പണയുടെ ആപ്ലിക്കേഷൻ നമ്മൾ മൊത്തമായിട്ട് തീരുമാനമാക്കി. താങ്ക് യു.